സുവിശേഷീകരണത്തിൻ്റെ പ്രമേയം ഒന്ന് തന്നെയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, അതാണ് അതിൻ്റെ പ്രമേയം. എന്നാൽ മെത്തേഡ്, മാർഗം അതിന് 1-ാം നൂറ്റാണ്ടിൽ ഉള്ള അതേ നിലയിലല്ല. ഇന്ന് കാലം മാറി വരുമ്പോൾ, സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ, ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാകുമ്പോൾ, ജനങ്ങളുടെ സംസ്കാരത്തിന് വ്യത്യാസം ഉണ്ടാകുമ്പോൾ, നമ്മുടെ അവതരണ രീതിക്കും വ്യത്യാസമുണ്ടാകണം, മെത്തേഡിന്, മാർഗത്തിന് വ്യത്യാസം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ജനങ്ങളെ സമീപിക്കുവാനും അവരെ സ്വാധീനിക്കുവാനും സാധിക്കുകയുള്ളൂ. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഇന്നത്തെ നോർത്തേൺ ഇന്ത്യ, പ്രത്യേകിച്ച് നോർത്ത് ആൻഡ് സൗത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു ജനസമൂഹത്തെ സ്വാധീനിക്കുവാൻ, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അവർക്ക് പ്രയോജനകരമായ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിലേ മതിയാകുള്ളൂ. ഒന്നുകിൽ ഒരു സ്കൂള്, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ക്ലിനിക്ക്. ഇപ്പോൾ ഹരിയാനയിലെ ഒരു, ഞാൻ പേര് പറയുന്നില്ല, ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു നേഴ്സാണ്. അവിടെ എന്നിട്ടൊരു ചെറിയ ക്ലിനിക്ക് അവിടെ ആരംഭിച്ചു. ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ്. അപ്പം ആ ക്ലിനിക്ക് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഡോക്ടറെ ഹയർ ചെയ്തു. ഈ സഹോദരനെ നേഴ്സാണ്. അപ്പം അനേക രോഗികൾ അവിടെ ചെല്ലുന്നു. അവരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനുള്ളൊരു അവസരമുണ്ടാകുന്നു. അവരിൽ പലരും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആ സഭയിലേക്ക് വരുവാനായിട്ടിടയായി. അത് ഒരു ക്ലിനിക്കിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ആതുര ആലയം, അതെ, 4 വർഷം കൊണ്ട് 120 പേര് അവിടേക്ക് വന്നു. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. മറ്റൊന്ന്, ഒരു ചെറിയ സ്കൂള്. ഈ സമൂഹത്തെ സ്വാധീനിക്കുവാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അത് കേവലം സുവിശേഷീകരണം എന്നുള്ള ഒരു ഹിഡൻ അജണ്ട എന്ന് മാത്രമല്ല, ആ സമൂഹത്തെ നമ്മൾ സഹായിച്ചേ മതിയാകുകയുള്ളൂ. ക്രിസ്തു അതാണ് പറഞ്ഞത്. നിങ്ങളുടെ മുമ്പിൽ വിശക്കുന്നവർക്ക് നിങ്ങൾ ആഹാരം കൊടുക്കാൻ പറഞ്ഞു. പലസ്തീനായിൽ 3.5 വർഷം നെടുകയും കുറുകയും നടന്നപ്പോൾ കേവലം വാക്കുകൾ മാത്രമല്ലായിരുന്നു, പ്രവൃത്തി ഉച്ചത്തിൽ സംസാരിച്ചു. അതുകൊണ്ടാണ് ജനഹൃദയങ്ങളെ സ്വാധീനിക്കുവാൻ ഇടയായത്. പിന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്ന മെസ്സേജിന്, ഇപ്പോൾ ഭാഷയുടെ കാര്യം പറഞ്ഞല്ലോ, ഒത്തിരി വ്യത്യസ്തത ഉണ്ടായിരിക്കണം. 50 വർഷം മുമ്പോ 100 വർഷം മുമ്പ് പറഞ്ഞ ഭാഷയിൽ ഇന്ന് പറയാനായിട്ട് ശ്രമിക്കരുത്. നമ്മുടെ മുമ്പിലിരിക്കുന്ന അനുവാചകര് ഇന്നത്തെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ AI ക്യാമറയും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 3-4 വയസ്സുള്ള കുട്ടിക്ക് പോലും ഇതറിയാം. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ഇപ്പോഴും പഴയ ഒരു പ്രസംഗത്തിൻ്റെ, ഞാൻ പറഞ്ഞതിൻ്റെ പ്രമേയം ഒന്ന് തന്നെയാണ്. പക്ഷെങ്കിൽ ഈ കുഞ്ഞിനോട് അവനെ കൂടെ സംവേദനം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മളത് കൊടുക്കുവാൻ. പിന്നെ ഇവർ ക്രിയാത്മകമായിട്ട് അവരെ സമീപിക്കണം. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ പലപ്പോഴും വേർപെട്ട സമൂഹം കൂടുതലും ടീം പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഏത് സ്ഥലത്തും ഒരു സുവിശേഷകൻ അവിടെ ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചേ മതിയാകുള്ളൂ. ആ സമൂഹവുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരിക്കണം. അവിടെയുള്ള ആളുകളുടെ കൾച്ചറ്, അവരുടെ സ്വഭാവം, അവരുടെ പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ ഡീൽ ചെയ്ത് അവരുമായിട്ട് പെട്ടെന്നൊരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിനൊരു വാഹനമുണ്ടെങ്കിൽ ഓടിച്ചെന്ന് ആ വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, അവരെ സഹായിക്കുന്നു. അവരോട് തീർച്ചയായിട്ടും സുവിശേഷം പറയുവാൻ എതിർപ്പുണ്ടാകത്തില്ല. അല്ലാതെ പെട്ടെന്ന് കാടടച്ച് വെടിവെച്ച് ഒരു സ്ഥലത്തോട്ട് ചെന്ന് ഒരു വലിയൊരു ടീം അങ്ങ് ഇറങ്ങുന്നതിന് മുമ്പ് പോലീസ് വരും, പറഞ്ഞ മനസ്സിലാവും. അപ്പം ഒരു വ്യക്തിക്ക് അവിടെ നിന്നുകൊണ്ട് സമൂഹത്തെ സ്വാധീനിക്കുവാൻ സാധിക്കും. വളരെ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, അന്നത്തെ മിഷണറിമാർ ചെയ്തതുപോലെ അവർ നമ്മുടെ ഗ്രാമങ്ങളുടെ ഭാഗമാകണം, നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാകണം. നമുക്കറിയാം, ഈ വെല്ലൂരെ മെഡിക്കൽ കോളേജൊക്കെ അങ്ങനെ ആരംഭിച്ചതാണ്. തമിഴ്നാടിൻ്റെ സുവിശേഷീകരണത്തിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമാണ് വെല്ലൂർ മെഡിക്കൽ കോളേജ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് വളരെ മനഃപൂർവ്വമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ ഇല്ലാതാക്കുവാനായിട്ടുള്ള ശ്രമങ്ങളും
നടന്നിട്ടുണ്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ക്രിയാത്മകമായിട്ട് അതുപോലെ സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുന്ന വ്യക്തികളായിരിക്കണം. ഞാൻ ജീവിക്കുന്ന സമൂഹവുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ അവിടെ എങ്ങനെ എനിക്ക് സുവിശേഷം പറയാനായിട്ട് സാധിക്കുന്നത്? ഉപദ്രവം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാര്യം ഒരു വലിയ കൊമോഷൻ നമ്മൾ കാണിക്കുമ്പോൾ, ഒരു വലിയ ബഹളം സുവിശേഷം അറിയിക്കുന്നു, ഞങ്ങൾ ഇതാ വരുന്നു എന്നും പറഞ്ഞൊരു ബഹളം വെച്ചാൽ അതിന് മുമ്പ് അതിനെ എതിർക്കാൻ അവർ തയ്യാറാകും. എന്നാൽ വളരെ രഹസ്യമായിട്ട് വേണം കാര്യങ്ങൾ മൂവ് ചെയ്യേണ്ടത്. നമ്മുടെ കർത്താവ് അങ്ങനെയാണ് ചെയ്തത്.